വിദ്യാർത്ഥികൾക്കായി ജ്യോതിശാസ്ത്ര ക്ലാസും വാന നിരീക്ഷണവും സംഘടിപ്പിച്ച് MA കോളേജ്. കോളേജിലെ ആസ്ട്രോണമി ക്ലബ്ബ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുമായി സഹകരിച്ച് ഫിസിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെളിഞ്ഞ ആകാശാവസ്ഥ ലഭ്യമായതിനാൽ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രൻ, വളയങ്ങളോടുകൂടിയ ശനി, വ്യാഴം എന്നിവ നിരീക്ഷിക്കുവാനും വിവിധ നക്ഷത്രരാശികളും നെബുലകളും തിരിച്ചറിയുവാനും സാധിച്ചു. ആശ്ചര്യങ്ങളും അതുപോലെ തന്നെ നിഗൂഢതകളും കൊണ്ട് നിറഞ്ഞതാണ് ആകാശം. കൗതുകത്തോടെയല്ലാതെ ആകാശത്തേക്ക് കണ്ണോടിക്കാത്തവർ വിരളമാണ്. വിദ്യാർത്ഥികളിൽ ആകാശ നിരീക്ഷണത്തിലുള്ള താൽപര്യം കണ്ടറിഞ്ഞ് അതിനായുള്ള അവസരം ഒരുക്കി നൽകുകയായിരുന്നു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ ആസ്ട്രോണമി ക്ലബ്ബ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയും ചേർന്ന് ജ്യോതിശാസ്ത്ര ക്ലാസും വാന നിരീക്ഷണവും സംഘടിപ്പിച്ചു. ആദ്യം ക്ലാസുകളും തുടർന്ന് വൈകിട്ടോടെ ടെലസ്കോപ്പിലൂടെയുള്ള വാന നിരീക്ഷണവുമാണ് നടത്തിയത്. തെളിഞ്ഞ ആകാശമായിരുന്നതിനാൽ ടെലസ്കോപ്പിലൂടെ ചന്ദ്രൻ, വളയങ്ങളോടുകൂടിയ ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളെയും വിവിധ നക്ഷത്രരാശികളെയും നെബൂലകളെയും തിരിച്ചറിഞ്ഞു. ഫിസിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയതെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒപ്പം അധ്യാപകരുടെ മക്കളും ക്യാമ്പിലെത്തി. ഇതേക്കുറിച്ച് ഫിസിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സ്മിത തങ്കച്ചൻ വ്യക്തമാക്കുന്നു. ഫിസിക്സിലെ കുട്ടികളെക്കാൾ ഉപരി ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്നും പല വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളും അതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരുടെയും ബാക്കി സ്റ്റാഫുകളുടെയും സ്കൂളിലെ മക്കള്, സ്കൂൾ വിദ്യാർത്ഥികൾ, അവരുടെ താല്പര്യം കാണുമ്പോഴാണ് നമുക്ക് അടുത്ത കൊല്ലവും ഇത് എന്തായാലും അതിലേക്ക് പോകണമെന്ന് നമുക്ക് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് KS ഹരികുമാർ, PP സജീവ് കുമാർ, PC തങ്കച്ചൻ, R കണ്ണൻ എന്നിവർ ജ്യോതിശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ സ്മിത തങ്കച്ചൻ, അധ്യാപകരായ ഡോക്ടർ ദീപ S, ഡോക്ടർ സനു മാത്യു സൈമൺ എന്നിവർ പരിപാടി ഏകോപിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജിലെ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരും വാന നിരീക്ഷണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.